ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് ആദ്യം സൂചിപ്പിച്ചത് ഞാനിപ്പോ നിൽക്കുന്നത് മരട് പോലീസ് സ്റ്റേഷന് മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ പ്രതികളായിട്ടുള്ള അലീന. എല്ലാവർക്കും നമസ്കാരം. റീൽസ് ഒക്കെ കണ്ടാ പറയൂ ഏതോ നല്ല തറവാട്ടി പടന്ന മോളാണെന്ന് തോന്നും. പക്ഷേ മോളുടെ പരിപാടി എന്തെന്നറിയാമോ? ഇവിടെ നാട്ടിൽ നിന്ന് മോഡലിംഗ് എന്നും പിന്നെ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പെണ്ണുങ്ങളെ കയറ്റി അങ്ങോട്ട് വിട്ട് അവിടെ മറ്റേ പരിപാടിയാണ്. അതാണ് മോളുടെ ഹൈലൈറ്റ് സാധനം. മോളൊരു കില്ലാടിയാണ്, നല്ല അടിപൊളി മോളാണ്. മോള് ഹലീന എന്നാണ് അറിയപ്പെടുന്നത്. ഹലീന എന്നറിയപ്പെടുന്ന ഈ മോള് ചെയ്യുന്ന പരിപാടി ഇതാണ്, കടയാടി മക്കളെന്നല്ലാണ്ട് എന്ത് പറയാനാ. എന്നിട്ട് ഇതിനേക്കാളും വേറൊരു സംഭവം, ഇവളുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. ഇവളുടെ പ്രൊഫൈലിൽ ഇവളുടെ കൂടെ ഇരിക്കുന്നത് കണ്ട് ആവാനാണ് ചാൻസ്. ഓക്കെ, ആ ഏട്ടായി ഇവിടെ ഘോര സിയാസ് കരീമിനെതിരെയും അതും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രസംഗങ്ങൾ നടത്തുവാണ്. പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പണി. ഇത് കടത്തൽ. പെണ്ണുങ്ങൾ അവിടെ ഇന്ന ജോലി എന്ന് പറഞ്ഞുകൊണ്ട് കടത്തിയിട്ട് നൈസായിട്ട് പരിപാടിക്കാണ് കൊണ്ടുവിടുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ലക്ഷങ്ങളും കോടികളൊക്കെ സമ്പാദിക്കുന്നു. നല്ല ബിസിനസ്സാ, പെണ്ണ് കച്ചവടം, അങ്ങനെ തന്നെ പറയാം. അല്ലാണ്ടൊന്നും പണയാനില്ല. ചേച്ചി എന്തായാലും ഇപ്പൊ മൂഞ്ചിയിട്ടുണ്ട്, പിടിച്ച് തൂക്കി എന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യം ന്യൂസ് ഒന്ന് കേൾക്കാം. ആദ്യം സൂചിപ്പിച്ചത് ഞാനിപ്പോ നിൽക്കുന്നത് മരട് പോലീസ് സ്റ്റേഷന് മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ പ്രതികളായിട്ടുള്ള അലീന, സിന്ധു എന്നിവർ ഈ പോലീസ് സ്റ്റേഷനുള്ളിലാണുള്ളത്. അല്പസമയങ്ങൾക്കുള്ളിൽ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കും. അപ്പോൾ നമുക്ക് അവരോടും വേണമെങ്കിൽ പ്രതികരണങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. എന്തായാലും ഇത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ വിദേശത്തേക്ക് മോഡലിംഗ് വാഗ്ദാനം ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ജോലി വാഗ്ദാനത്തിന്റെ മറവിൽ പിന്നീട് നടന്നത് അങ്ങോട്ടേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ്. രണ്ട് പെൺകുട്ടികൾ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതും ഞെട്ടിക്കുന്നതാണ്. വിദേശത്തേക്ക് എത്തിയതിനു ശേഷമാണ് പല ആളുകൾക്കും ഈ പെൺകുട്ടിയെ കാഴ്ചവെക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടി നാട്ടിലെത്തിയതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയുടെ എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഇടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലുമാണ് ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനായത്. അതായത് പ്രതിയായിട്ടുള്ള അലീന ഇതിനു മുൻപും പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള അലീന തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ കൊച്ചിയിലുള്ള പല ഗുണ്ടാ സംഘങ്ങളുമായി അലീനയ്ക്ക് ബന്ധവുമുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് പോലീസ് അങ്ങോട്ടേക്കും അന്വേഷണം നടത്തുന്നു. പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. കൂടെ സിന്ധു എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുണ്ട് എന്ന് പോലും പോലീസിന് മനസ്സിലാക്കുന്നു. പിന്നീടാണ് ഇന്ന് പോലീസിന്റെ പിടിയിലാകുന്നത്. മരട് പോലീസിന്റെ പിടിയിൽ ഈ രണ്ടുപേര് പിടിയിലാക്കുന്നത്. അലീന, സിന്ധു എന്ന രണ്ടുപേർ പിടിയിലാക്കുന്നു. പക്ഷേ പോലീസ് പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുകയാണ് എങ്കിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഇതിൽ പിടിയിലാകാൻ വേണ്ടിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇവരെ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകാനായിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നതെങ്കിൽ പോലും ഇതിൽ കൂടുതൽ പെൺകുട്ടികൾ ഇവരുടെ ഈ ഒരു കെണിക്കുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഈ മരട് പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കും. അപ്പൊ അലീന മോളുടെ സ്ഥിരം പരിപാടിയാണ്. സ്ഥിരം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെൺപിള്ളേരെങ്ങാണ്ടാണ് ഇപ്പൊ പ്രതികരിച്ചിട്ടുള്ളത്. അത് ആ പെൺകുട്ടികൾ ദുബായിൽ അങ്ങാണ്ട് പുറത്ത് എവിടെ കയറ്റി വിട്ട് അതിനുശേഷം ആ പെൺകുട്ടികൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ അത് കേസും പരാതിയൊക്കെ ആയിട്ട് കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും ഈ അലീന എന്ന് പറയുന്ന ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. അതുപോലെ തന്നെ ഇവൾക്കെതിരെ വേറെയും കേസുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വേറെയും കേസുകളുള്ള അപരാധികളെയൊക്കെ വീണ്ടും സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെ ഓരോ പെൺകുട്ടികളെ കയറ്റി വിടുക. ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പോകുന്നവരും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ മറ്റേ പരിപാടി കാണുന്ന അറിഞ്ഞുകൊണ്ട് പോകുന്നവരും ഉണ്ടാവും. ഈ അറിയാതെ ജോലി വാഗ്ദാനം നൽകി ഇങ്ങനെ കൊടുത്ത് അങ്ങനെ കയറ്റി വിട്ട് അങ്ങനെ മൂഞ്ചിയ പെണ്ണുങ്ങളും ഉണ്ടാവും. പാവപ്പെട്ട പെൺപിള്ളാരും കാണാം. അങ്ങനെയുള്ള ഏതെങ്കിലും ആയിരിക്കും ചിലപ്പോൾ പ്രതികരിച്ചത്. ജോലി കൊടുക്കാമെന്നും അല്ലെങ്കിൽ മോഡലിങ്ങിന് അവിടെ കൊണ്ടുപോയി നിന്നെ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് കയറ്റി വിട്ടിട്ട് അവിടെ വേറെ ഉള്ളമാർക്ക് കൊണ്ട് കാഴ്ചവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അലീന കൊച്ചെ, നീ ഒരു കില്ലാടി തന്നെ. നിന്റെ പ്രൊമോഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. അത് ഭയങ്കരമായിട്ട് പറഞ്ഞ് വീഴ്ത്തുന്ന, ജോലി വാഗ്ദാനം നൽകുന്ന അല്ലെങ്കിൽ ജോലി വാഗ്ദാനം കൊടുക്കുന്ന, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടി കൊടുക്കാം. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന അവാർഡ് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. ഫാഷൻ ഷോയുടെ മറവിൽ മനുഷ്യക്കടത്തും കൂട്ടബലാത്സംഗവും നടന്നുവന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. സെലിബ്രിറ്റികളെ വരെ ഉപയോഗിച്ച് അലീന പരസ്യം ചെയ്തു. അറസ്റ്റിലായ സിന്ധുവാണ് യുവതികളെ ദുബായിലെത്തിച്ചത്. ലൈംഗിക പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ ഫോണിൽ പകർത്തുകയും ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി യുവതികളെ പലർക്കായി
പലരുടെയും മുമ്പിൽ എത്തിച്ചുവെന്നാണ് FIR. വിവരങ്ങളുമായി ജുവിൻ ടുട്ടു ചേരുന്നു. അച്യുത്, ഈ സംഭവം കഴിഞ്ഞ ജനുവരി മുതൽ തുടങ്ങിയ ഓരോരോ കാര്യങ്ങളാണ്. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു പീഡനത്തിന്റെയും ഒപ്പം കൂട്ടബലാത്സംഗത്തിന്റെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ രാത്രിയിലാണ് ഈ അലീനയും ഒപ്പം സിന്ധുവും ഒക്കെ പോലീസിന്റെ പിടിയിലായത്. ഇന്ന് പുലർച്ചെ പൊന്നാനിയിൽ നിന്ന് മഞ്ജിമ എന്ന അടുത്ത ഇതിലെ പ്രതിയെ കൂടെ പോലീസ് പിടിച്ചിട്ടുണ്ട്. നിലവിൽ ഇനി 2 പേർ കൂടെ പിടിയിലാവുന്നുണ്ട്. ഈ 2 പേരും ദുബായിലാണ് ഉള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ജനുവരിയിലാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടതുപോലെ പരസ്യങ്ങളും ഒക്കെ നൽകി വിദേശത്ത് ദുബായിൽ മോഡലിംഗ് ഉണ്ട്, അവിടെ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. അവിടേക്ക് പോയി ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൊച്ചിയിലും മറ്റുമുള്ള മോഡലുകൾ ഉടൻ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് അതിന്റെ വിവരങ്ങളൊക്കെ കൊടുത്ത് അലീനയും മറ്റ് ചില സെലിബ്രിറ്റീസ് ആയ ആളുകൾ, താരങ്ങളൊക്കെ ചേർന്ന് വീഡിയോസ് പുറത്തിറക്കിയത്. ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇവിടെയുള്ളതും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെയുള്ള പല മോഡലുകളും ഇവരെ സമീപിക്കുകയും അവർക്ക് ദുബായിലേക്ക് പോകാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവർ തന്നെ ഒരുക്കി കൊടുത്തു. ഇതിലുള്ള സിന്ധു എന്ന് പറഞ്ഞ പിടിയിലായ ഈ മുംബൈയിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരുന്ന യുവതിയാണ് ഇവർക്ക് വേണ്ട വിസയൊക്കെ ശരിയാക്കി കൊടുത്തത്. അവർ ദുബായിലുള്ള ഇവരുടെ തന്നെ സിന്ധു ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഈ പറഞ്ഞ ഫാഷൻ ഷോ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഈ യുവതികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയത്. ദുബായിലെത്തിയ യുവതികളെ അങ്ങനെ അവിടെ എത്തിച്ച് അവിടെ താമസിപ്പിച്ച് അവിടെ ഹോട്ടലിൽ വെച്ച് ലഹരി കൊടുത്തു, പലതവണ ലഹരി കൊടുത്തു. യുവതികളുടെ ബോധം നഷ്ടമാകുമ്പോഴാണ് അവരെ ഇതുപോലെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. നിരവധി ആളുകൾ അവരെ ഉപദ്രവിച്ചു എന്നതാണ് നടുക്കുന്ന മൊഴി. ഇതൊക്കെ പോലീസ് പറഞ്ഞതാണ്. ഈ യുവതികൾ ഇപ്പോൾ 4-5 പേര് ഇതുപോലെ ഇങ്ങനെയുള്ള ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. അതിൽ 3 പേരാണ് ദുബായിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ നാട്ടിലെത്തിയ ശേഷം ഈ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മരട് പോലീസിൽ മാത്രം 3 പരാതി ലഭിച്ചു. ആ പരാതി കഴിഞ്ഞ മാർച്ചിലാണ് പോലീസിന് ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ യുവതികളുടെ ഈ പരാതിക്കാരായ മോഡലുകളുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അലീനയും ഈ സിന്ധുവും ഒപ്പം ഇപ്പൊ പിടിയിലായ മഞ്ജിമയും ഒക്കെ ചേർന്ന് ദുബായിലുള്ള 2 പേരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു വമ്പൻ സെക്സ് റാക്കറ്റിന്റെ വിവരം പോലീസിന്റെ കയ്യിലേക്ക് ലഭിക്കുന്നത്. എന്നാലും ചേച്ചിക്ക് അത്യാവശ്യം നല്ല ഇതുണ്ടല്ലോ. ചേച്ചി അങ്ങോട്ട് പോകാത്തത് ഈ പാവപ്പെട്ട വേറെ പിള്ളേരെ പിടിച്ച് അവരെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് കൊണ്ട് പെടുത്തുന്നതിനേക്കാളും ചേച്ചി അങ്ങോട്ട് നേരിട്ട് പോകാത്തത് നല്ല ഇതുണ്ടല്ലോ. അതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. പാവപ്പെട്ട പിള്ളേരെ പിടിച്ച് ഇതിന്റെ അകത്ത് കുടുക്കിയിട്ട് ജീവിതങ്ങൾ തുലപ്പിച്ചതിനേക്കാളും. എന്തായാലും നിനക്കൊക്കെ എതിരെ പരാതി തരാൻ ആ പെൺകുട്ടികളെങ്കിലും മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ നിന്റെയൊക്കെ കൂടെ വന്ന് സമ്മതത്തോടെ കൂടെ പോയ ടീമുകളും കാണും. എന്തായാലും നല്ല ദൃശ്യങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്നിട്ടൊക്കെയാണ് ഇനി ഒരുപക്ഷെ സമ്മതത്തോട് കൂടി പോയിട്ട് പിന്നെ വന്ന് പരാതി കൊടുത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെയും ഒരു പോസിബിലിറ്റി ഒക്കെ ചിലപ്പോൾ നിൽക്കും. പിന്നെ സമ്മതമില്ലാതെ കൊണ്ടുപോയി ഇങ്ങനെ ദൃശ്യങ്ങൾ എടുത്തു വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ചെറ്റത്തനവുകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ള പരാതി അടക്കമാണ് സ്റ്റേഷനിൽ വന്നിട്ടുള്ളതെന്നാണ് ന്യൂസിൽ ഇപ്പോൾ കാണുന്നത്. ആ സ്ഥിതിക്ക് ഇവളുമാരെയൊന്നും വെറുതെ വിടരുത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ജാമ്യവും കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ ഇവളുമാർ ഇതിൽ നിന്നുണ്ടാക്കുന്ന പൈസയൊന്നും കുറച്ചെടുത്ത് കോടതിയിലും കൊടുത്ത് സ്റ്റേഷനിലും ഒക്കെ അടച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് നൈസായിട്ട് ഊരിപ്പോയി കഴിഞ്ഞാൽ ഇവളുമാർ ഇതിന്റെ അപ്പുറം വീണ്ടും ചെയ്യും. ഇതിപ്പോൾ അവർക്കൊരു ഹൈപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. അത് എന്തായാലും ഇവളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാനൊന്ന് കൊടുക്കാം. കുറച്ചുകൂടി കഴിയുമ്പോഴേ, ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് 17,800 ഉള്ളൂ. കുറെ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ 1,00,000 ആവും. അതാണല്ലോ ഇവിടുത്തെ ഇരിപ്പ് വശം. ഇതുപോലത്തെ അപരാധികളെ ഉള്ളവരെ പോയി ഫോളോ ചെയ്ത് ലൈക്ക് അടിച്ച് വിട്ടുകൊടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു സ്ഥിരം ഏർപ്പാട്. ഞാൻ ഇവളുടെ പ്രൊഫൈൽ ഒന്ന് കൊടുക്കാം. ദാ കിടക്കുന്നുണ്ട്, ദ ഷാഡോ അലീന അബ്രഹാം. ഓക്കെ, ഇതാണ് അവളുടെ. അയ്യോ പാവടാ ചുക്കുടുവാവയുടെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ പോകും ഇതുപോലത്തെ ഒരു കാഞ്ചീവാരം ഇല്ലെന്ന് വേറെ. അമ്പാതിരി നല്ല സൽസ്വഭാവി കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. ട്രൂ ഫ്രണ്ട്ഷിപ്പ് കം ഫ്രം വിത്ത് സൈലൻസ് ബിറ്റ്വീൻ 2 people ഇൻ കംഫർട്ടബിൾ. ഈ കൂട്ടുകാരനെ ഒന്ന് ചോദ്യം ചെയ്യണം കേട്ടോ. ഇത് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. കൂടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി ബ്രദറാണോ എന്താണെന്നൊന്നും പിടിയില്ല. എന്തായാലും ആ 8 കൂടി ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യുക. ഇവളുടെ കൂടെ നിൽക്കുന്ന എല്ലാത്തിനെയും പിടിച്ച് ചോദ്യം ചെയ്യുക. കാരണം അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുകയല്ലേ. ഇത് അടിപൊളിയാണല്ലോ. ഇത്രയും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടാണോ നീ വേറുള്ളവരെ കയറ്റി വിട്ടത്? നിനക്ക് കയറി പോയാൽ പോരാതെ. നല്ല ഡിമാൻഡ് ആയിരിക്കുമെന്നല്ല. വേറുള്ളവരെ കയറ്റി വിട്ട് അവരുടെ ജീവിതം തെളിക്കാണ്ട് നീ ഡയറക്റ്റ് പോയിരുന്നെങ്കിൽ നല്ല റേറ്റിംഗ് ആയിരിക്കുമായിരുന്നു. പിന്നെ സൂപ്പർ അല്ലേ, കില്ലാടി മോളല്ലേ. ഓക്കെ, കൂടെ നിൽക്കുന്നതിനൊക്കെ പിടിച്ച് എല്ലാത്തിനെയും ചോദ്യം ചെയ്യണം. ഇതാണെന്ന് തോന്നുന്നു ഫാമിലി, അറിയത്തില്ല. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് എയറിലാണ് മൊത്തത്തിൽ. 23 വയസ്സായി. 2025 ഇവർക്ക് 23 വയസ്സായിരുന്നു. ഡിസംബർ 3. അപ്പോൾ 24 വയസ്സാവുന്നതേ ഉള്ളൂ. എന്നിട്ടാണ് ഈ കടയാടി മക്കളൊക്കെ ഇമാതിരി തൊട്ടി പരിപാടികൾ ചെയ്യുന്നത്. 23-ാം വയസ്സിൽ, ഇപ്പോൾ 24 ആവാറായി. ഡിസംബറിൽ 24 ആകും. ആ ഒരു പ്രായത്താണ് ഈ കടയാളി മക്കൾ ഇമാതിരി അവരായത്തന്നെ തന്തയില്ലായ്മ ചെയ്ത് ഈ നാട് നശിപ്പിക്കുന്നത്. കൊച്ചിയിലെങ്ങാണ്ടാണ് ഇവള്. അയ്യോ എന്തോന്നിടെ ഇവിടെ നടക്കുന്നത്? ഇതുപോലത്തെ കടയാടി മക്കളെയൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പറ. ഞാനൊരു ക്ലിപ്പ് കൊടുക്കാം, ന്യൂസ് ക്ലിപ്പ്. മയക്കുമരുന്ന് നൽകി വീണ്ടും ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിലിംഗ്. കൊച്ചിയിലെ മോഡലിംഗ് സെക്സ് റാക്കറ്റ് സൂത്രധാരന്മാർ സ്ത്രീകൾ അലീനയും സിന്ധുവും
മഞ്ജിമയും കുടുങ്ങിയപ്പോൾ പുറത്തു വരുന്ന നടുക്കുന്ന ക്രൂരതകൾ. നീ കൊള്ളാലോടി പെണ്ണെ, നീ അങ്ങ് പോയാൽ മതിയായിരുന്നു. നിനക്ക് തന്നെ നല്ല കോടികൾ ഉണ്ടാക്കാമായിരുന്നു. നിന്നെ വെച്ച് തന്നെ നിനക്ക് വേറെ പെമ്പിള്ളേരുടെ ജീവിതം തുലയ്ക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിനക്ക് തന്നെ നല്ല ഡിമാൻഡ് വേണം, അതിനുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് നീ പോയാൽ മതിയായിരുന്നു നേരിട്ട്. അതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഈ ഉണ്ടാക്കിയതിനേക്കാളും നല്ലോണം ഉണ്ടാക്കാമായിരുന്നു. എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോയിൽ ഇവളുടെ കൂടെ ഇരിക്കുന്ന ഇവന്റെ 1-2 വീഡിയോസ് ഞാൻ കൊടുക്കും. ഇവൻ ആരാണെന്നൊന്നും അറിയാൻ പാടില്ല. ഇവള് ക്യാപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അലീന എബ്രഹാം എന്ന് പറയുന്ന ഇവളുടെ പ്രൊഫൈൽ ഉള്ളതാണ്. ഐ തിങ്ക് ഒരു പക്ഷേ ഇവർ തമ്മിൽ മാരീഡ് ആവാൻ ഉള്ള ചാൻസ് കാണും, അല്ലെങ്കിൽ മാരീഡ് ആയി കാണും. ഇനി അതും അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആയിരിക്കും, വോട്ടവർ. എന്തായാലും ഇവളുടെ കൂടെ ഇരിക്കുന്ന ഒരുത്തനാണ്. ഇവന്റെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം കേട്ടോ. വലിയ നന്മമരം കളിക്കുന്നുണ്ട്. വീട്ടിലുള്ള നിന്റെ ഭാര്യയായാലും സഹോദരിയായാലും ഇനി കൂട്ടുകാരിയായാലും ഇതിനേക്ക് ഒന്ന് നന്നാക്കിയിട്ട് മതിയായിരുന്നു മോൻ. എന്തായാലും കൂട്ടുകാരി ആവാൻ ചാൻസ് ഇല്ല. ഇവന്റെ കൂടെ ഒരുപാട് ഫോട്ടോസ് ഇവളുടെ പ്രൊഫൈലുണ്ട്. ഒന്നുകിൽ സഹോദരൻ അല്ലെങ്കിൽ കെട്ടിയോ, ഇതിലേതോ ഒന്നാണ് പോസിബിലിറ്റി. എന്തായാലും ഇവന്റെ ഒരു വീഡിയോ കൊടുക്കാം. നമസ്കാരം. സത്യം പറഞ്ഞാൽ കേരളത്തിനോട് പുച്ഛം തോന്നണം. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റണില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റണില്ല. എവിടെ പോയാലും ന്യൂസും ചാനലും മറ്റും വന്നിട്ട് അവിടെ പങ്കെടുത്ത് ഇവിടെ പങ്കെടുത്തെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കുകയും മറ്റു പ്രശ്നങ്ങളും മറ്റതൊക്കെ ഉണ്ടാക്കിയാണ്. ഇത് കാരണം ഒരു കല്യാണം, വല്ലപ്പോൾ ഞായറാഴ്ചക്ക് ഒരു കല്യാണം ഉണ്ടാവണം, കല്യാണം പോലും ആരും വിളിക്കാത്തൊരവസ്ഥ, ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ. മറ്റുള്ള പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ കാണുമ്പോൾ കൊതിയായിട്ട് പാടില്ല. അവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഇല്ല. അവിടെ ഗവൺമെൻറ്റാണ് പൈസ കൊടുക്കുന്നത് ബർത്ത്ഡേ ആഘോഷിക്കാനും. ഇപ്പോൾ ഒരു കേസുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളും മറ്റും അവിടെ ഉള്ളൂ. ഇവിടെ എങ്ങനെ നിലനിന്ന് പോകുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാണ്ടാവും. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്ത് റൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ബംഗാളികളുടെ അടുത്തൊക്കെ പോയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതേ പുതിയ ക്രിമിനലായിട്ട് റൂട്ടിൽ കിണ്ണം പറഞ്ഞുകൊണ്ട് അതിന് പുതിയ കേസ് എടുക്കുക. രാവിലെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം പോലും പോലീസുകാർക്ക് ഇപ്പോൾ അറിയാം. നീ രാവിലെ ഇന്ന ഭക്ഷണം കഴിച്ചില്ലെന്നാണ് ചോദിക്കുന്നത്. അത്ര സെറ്റപ്പ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വക്കേറ്റുമാരുടെ അടുത്ത് പ്രത്യേകം പറയുന്നത്, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഇടപെട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് വഴി എല്ലാ സംഘടനകളും ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് വിട്ട് ഏതെങ്കിലും ബംഗാളിൽ എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പണിയില്ലാണ്ടാവും, കോടതികളെല്ലാം കാലിയാവും, ജഡ്ജിമാർക്ക് പണിയില്ലാണ്ടാവും. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? കുറച്ച് കേസിൽ പെട്ടെന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവനും ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. എത്രയും പെട്ടെന്ന് ഇതിൽ ഗവൺമെൻറ് ഇടപെട്ട് സർക്കാർ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ. ഇപ്പോൾ ഒരു വോട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വോട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് 5 ദിവസം മുമ്പ് വീട്ടിൽ ഫുൾ റൈഡ്. ഒന്ന് കിട്ടില്ലെങ്കിൽ തന്നെ അതെല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും വോട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായ റൈഡാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങോട്ട് പോകും. ഒരു ചെറിയൊരു ഫംഗ്ഷന്, സത്യം പറഞ്ഞൊരു ഫംഗ്ഷന് പോലും ഇവിടെ വന്നിട്ടില്ല. ഒരു ബർത്ത്ഡേ പിള്ളേരൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കൂട്ടം കൂടി നിന്ന് കേസെടുത്ത് ഇതെല്ലാം കേസാക്കിയാണ്. അപ്പോൾ പിന്നെ 3 കേസ് കൂടുതലായി കഴിഞ്ഞാൽ കാപ്പയായി. ഒരു കണക്കിനായിരിക്കും കടവും വില വലിച്ചൊക്കെ കേസ് തീർക്കണത്. തീർക്കും തോറും കേസ് വന്നുകൊണ്ടിരിക്കണം. പിന്നെന്തിനാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ? ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കി, ഞങ്ങൾ എവിടെയും പോയി ജീവിക്കട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി ഇതാ, അതിൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി, അതാകുമ്പോൾ വെറുതെ ഇരിക്കാമല്ലോ കാറ്റും കൊണ്ട്, പ്രത്യേകിച്ചൊന്നും വേണ്ട. എന്നാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ ബിവറേജിൽ നിന്നല്ല ഫണ്ട് കിട്ടുന്നത്. ഞങ്ങൾ കൊടുക്കണ ഈ അവിടെ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അഡ്വക്കേറ്റിന് കൊടുക്കണം. അത് കുറച്ച് കോടതിയിൽ കെട്ടിവെക്കണം, കുറേ ഫണ്ട് കോടതിയിൽ കെട്ടിവെക്കണം. ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ല. നിങ്ങളുടെ എല്ലാവരും ഈ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ വിഷയം തീർന്നല്ല. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പോവേണം. അതിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഷൻ കാർഡ് പോലും ഇല്ല, പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിമിനലായിട്ട് കേസുകളുള്ള എല്ലാവർക്കും, ക്രിമിനൽ എന്ന് പറയാൻ പറ്റില്ല, കേസുള്ള എല്ലാവർക്കും പാസ്പോർട്ടാണ്. ഞങ്ങൾ എങ്ങനെയും പോയി രക്ഷപ്പെട്ടെ. ഞങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തതാണ്. കേരളത്തിൽ നിന്ന് പോയിക്കോളാം. ഇവിടെ കാണൂല, ഇനി പരിസരത്ത് കാണൂല, ഇവിടെ വിട്ടു പോയിക്കോളാം. ഇതിലെത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വല്ല വിഷം കഴിച്ചാൽ തൂങ്ങിച്ചാവേണ്ട വരും. ആ തൂങ്ങിച്ചാവാൻ വിഷം മേടിക്കാനായിട്ട് വല്ല മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിന് മറ്റുള്ളവരെ കൊല്ലാനെന്നും പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കേസ് എടുക്കും. എത്രയും പെട്ടെന്ന് തീരുമാനമാക്കുക. ഇന്നൊരു കല്യാണം വിളിച്ചിട്ട് പോകാൻ പറ്റില്ല, പട്ടിണിയാണ്. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥ. കാര്യം ഒരു ഫോട്ടോ എടുക്കാൻ പോലും ആൾക്കാർക്ക് മടിയാണ്. ചെക്കൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്താൽ അതിനും വലിയ പ്രശ്നം.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് വരണം പോണത്? കേരളം ഇങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അണ്ണ എങ്ങോട്ടാ പോകുന്നേ? കയറി അലീന കൊച്ചിനെ പിടിച്ച് ഏത് കേസാ? അങ്ങോട്ട് കയറ്റി വിട്ട കേസാ. എന്ത് പറയാണ്ട്? സന്തോഷല്ലേ? എന്റെ പൊന്നെണ്ണ, അണ്ണൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്. അണ്ണനൊരു കില്ലാടി തന്നെ. അലീന മോള് പോയിരിക്കണം. അണ്ണനൊന്നും പറയാനില്ലേ? അണ്ണനെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടുത്തെ പോലീസും കോടതിയും നിയമമൊന്നും അണ്ണനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം അണ്ണൻ എന്തോ നല്ല വർക്കത്ത് കേസ് നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോയില്ല, വയ്യേ. എന്തായാലും ആ പെണ്ണിന്റെ കേസൊന്ന് പറഞ്ഞു പോകണം. കൂട്ടത്തിൽ പ്രൊഫൈലിൽ നോക്കിയപ്പോൾ കൊള്ളാമല്ലോ. അങ്ങനെ കണ്ടു തൂക്കിയപ്പോൾ അണ്ണന്റെ പ്രൊഫൈലിൽ കയറിയപ്പോൾ കൊള്ളാമല്ലോ, ഈ സെറ്റപ്പിൽ തോന്നിയതാ. ഭയങ്കര മോട്ടിവേഷൻ അടിച്ചോണ്ടിരിക്കുന്ന അണ്ണൻ. പക്ഷേ അങ്ങേ പാറ് അലീന കൊച്ചി, അണ്ണൻ ഹസ്ബൻഡോ സഹോദരനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ പങ്കാണ്. അണ്ണൻ ആരെന്നൊന്നും എനിക്കറിയാം. ഞാൻ കൂടുതൽ ചെയ്യാൻ നിന്നില്ല, വേണ്ടാത്തോണ്ട. പക്ഷെ നാട്ടുകാർ മനസ്സിലാക്കണം. പിന്നെ ഈ അണ്ണൻ പറഞ്ഞതുപോലെ അണ്ണനെ ഒരു കല്യാണത്തിന് പോലും അടുപ്പിക്കുന്നില്ല, ഫോട്ടോ എടുക്കുന്നില്ല ആരും. റീസൺ എന്താ? അതിനുള്ള എന്തോ തന്തയില്ലായ്മ കാണിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇവിടെ നിന്ന് നാട് വിട്ട് പോകണമെങ്കിൽ പിന്നെ ബംഗാളികളെ കൂട്ടത്ത് കയറി പിടിച്ചോണ്ട് പോകും. എന്തോ കണ്ണന്തിരി കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അലീന കാണിച്ച് തൊട്ടിത്തനത്തിനൊക്കെ പിന്നെ നാട്ടുകാർ പിടിച്ച് ഉമ്മ കൊടുക്കണോ ഇനി? ഏതോ പെമ്പിള്ളാരുടെ ജീവിതം, കുറെ പെണ്ണിന്റെ ജീവിതം തൊലച്ച് നശിപ്പിച്ചിട്ട് ഇവളുമാര് സൂചിച്ച് അങ്ങ് നടക്കണം. 23 വയസ്സായപ്പോൾ അവൾ ഇമാതിരി പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനേക്കാളും നല്ല ഇതുണ്ടല്ലോ. സ്വന്തമായിട്ട് അങ്ങോട്ട് വിറ്റ് ജീവിക്കാൻ പറ, ഇതിനേക്കാളും മാനം വിറ്റ് ജീവിക്കാൻ പറ. അന്തതുണ്ട് കേട്ടാ. അങ്ങോട്ട് റോട്ടിലോട്ട് ഇറങ്ങാൻ പറ രാത്രി, അതായിരിക്കും നല്ലത്. മറ്റുള്ള പെമ്പിള്ളാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിട്ട് കടത്തി ഇവൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇവളങ്ങോട്ട് ഉടുത്തങ്ങോട്ട് ഇറങ്ങാൻ പറ. നല്ല ഇതുണ്ട്, കിട്ടും, നല്ല ചിക്കിളിയും കിട്ടും. ചിലപ്പം ഈ പറഞ്ഞ് കയറ്റി വിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കോടികൾ ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് അണ്ണ അങ്ങനെ ചെയ്യാൻ പറ കേട്ടാ. കടയാടി മക്കൾ എന്നിട്ട് വന്നിട്ട് ന്യായീകരിക്കണം. അണ്ണന്റെ വേറൊരു ന്യായീകരണം കൂടി ഉണ്ട്, കാണാം. നമസ്കാരം. എൻ്റെ പൊന്നു ഷിയാസ് കരീമെ, ഞാൻ ഇപ്പോഴാണ് നിൻ്റെ ഈ ന്യൂസ് കാണുന്നത്. 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. കർമ്മ എന്നൊരു സംഭവമുണ്ട് ഷിയാസ് കരീമെ, വേറെ ഒന്നും കൊണ്ടല്ല. നീ ഒരു വർഷം മുമ്പ് നിൻ്റെ ഒരു കേസ് ഞാൻ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ നിന്നെ എല്ലാവരും പുണ്യാളനാണെന്ന് വിചാരിച്ചിട്ട് വളരെയധികം പുകഴ്ത്തിയും ഒരുപാട് കാര്യങ്ങളും കമൻറ്റുകളൊക്കെ അതിൽ കണ്ടാണ്. പക്ഷേ അതിന് പിന്നെ 2-3 കാര്യങ്ങൾ നീ വന്ന് പെട്ടെന്ന് നൈസായിട്ട് ഊരിപ്പോയി. ഈ നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമുക്ക് കിട്ടും, അത് ഞാനാണെങ്കിലും നീയാണെങ്കിലും. ഇപ്പം എന്തായാലും നല്ലൊരു പണി കിട്ടും. ഒരാൾക്ക് പണി കിട്ടില്ല സന്തോഷമല്ല ഞാൻ പറയണത്. ഇനിയെങ്കിലും നിർത്തി പരിപാടി. ഇത് നീ എന്താ പറയുക, എല്ലാത്തിനും നൈസായിട്ട് ഊരിപ്പോന്ന് വരുന്നു. ഒരിക്കലും നമുക്ക് എല്ലാവർക്കും പിടിക്കും. ഇപ്പം ആര് ചെയ്താലും ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കേസിൽ തന്നെ നീ ഒരുപാട് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പിന്നീട് വീഡിയോസൊക്കെ ഇറക്കി നോക്കി. എന്നാലും ഒരുവിധം നിന്റെ വായിന് കിട്ടിയതുകൊണ്ട് ഞാൻ അന്ന് നൈസായിട്ട് ഊരിപ്പോയി. നിന്നെക്കൊണ്ട് നിന്റെ വായിനെ ഞാനത് പറയിപ്പിച്ചു. ഇപ്പോഴത്തെ പെങ്കൊച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും പൂട്ട് വീണേക്കാണ്. അതിന് എത്ര ഇത് കഴിഞ്ഞാലും ആ പൂട്ടിന് ഊരാൻ പറ്റില്ല. കാര്യം നീ പരസ്യമായിട്ട് രഹസ്യമായിട്ട് ചെയ്ത ചാറ്റുകളൊക്കെ പുറത്തുനിന്ന് ലോകം മൊത്തം അറിഞ്ഞു. ഇനി നീ അതിൻ്റെ ഉള്ളിൽ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും കാര്യമില്ല. പിന്നെ കേരള പോലീസിന് നിന്നെ പിടിക്കാൻ എളുപ്പമാണ്. ഞങ്ങൾ കൂട്ടൊന്ന് പാത്രം പൊഴിഞ്ഞ് ഓടിച്ചിട്ടൊന്നും ഞങ്ങൾ പിടിക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റയിൽ ഒരു പെണ്ണിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് നൈസായിട്ട് ഒരു ഹായും ഹലവും വിട്ട് കഴിഞ്ഞാൽ നീ അതിൻ്റെ പുറകെ തൂങ്ങും. എന്തായാലും കർമ്മ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് സൂക്ഷിക്കുക, എന്നായാലും വരും. അണ്ണാ ഷിയാസ് കരീമിൻ്റെയൊക്കെ പറയാൻ എന്താ ഒരു ഉൾക്കണ്ടാബോധം. അലീന കൊച്ചിനെ പറ്റിയിട്ട് എന്തെങ്കിലും 2 വാക്ക് പറയണ. അണ്ണ ഒരു വീഡിയോ ഉണ്ട്, അതാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. അലീന കൊച്ചിനെ പറ്റിയിട്ടേ. അലീന കൊച്ചു മിന്നും താരമാണ്. മിന്നും താരം, നല്ല ആണി പോണി മിന്നും താരം. ഞാൻ കുറച്ച് റീൽസ് കൂടി ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം കേട്ടോ, നിങ്ങളൊന്ന് കാണും. നമ്മൾ ഓണിയും പോണി ഓടി പോണി സ്പഷ്ട റീൽസുകളാണ് കൊച്ചിട്ടിട്ടുള്ള. കൊച്ചിൻ്റെ റീൽസൊക്കെ നമുക്ക് കാണാം. അയ്യോ, കണ്ണനെയൊക്കെ വെച്ചും കൊണ്ടാണ് റീൽസ് ചെയ്തിരിക്കുന്നത്. നല്ലത്, കൊള്ളാമല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നീ അങ്ങോട്ട് ഇറങ്ങ്. കണ്ട പെണ്ണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാണ്ട് നീ അങ്ങോട്ട് ഇറങ്ങ്. എല്ലാ ഇതുണ്ട്. അടിപൊളിയാണല്ലോ, അങ്ങോട്ട് ഇറങ്ങ്. ഈദ് മുബാറക്ക് പോലും ഇവർക്ക് അതൊന്നും പറയാനുള്ള യോഗ്യത പോലുമില്ല. എന്തോ നൈറ്റ് ക്രീം എടുത്തോണ്ട് വന്നു. തുള്ളലങ്ങോട്ട് തുള്ളണ കണ്ട കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കേടാ കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കേടാ കുഞ്ഞിപ്പുഴു. ചേച്ചി അങ്ങോട്ട് ഇറങ്ങ്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാണ്ട്. അണ്ണന്മാരെല്ലാം മിക്കവാറും അകത്ത് പോയി. ഇവളെ കൂടെ നിൽക്കുന്ന എല്ലാ എണ്ണം അകത്ത് പോകാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് കേട്ടോ. നെസ്റ്റ് അടിച്ചൊരു കോലായി. റീപോസ്റ്റ് കൊള്ളാൻ. അപ്പടിയേ പോടാ പോങ്കിടാ പോ. പയ്യന്മാരൊക്കെ ഇനിയിപ്പോൾ എല്ലാം ജയിലിലാവും. ഇവളെ കൂടെ നിൽക്കുന്നവനും വന്നവനും നിന്നവനും പോയവനും ഒക്കെ. ഓക്കെ, വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. എന്തായാലും കൊള്ളാം.
ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. ഇതുപോലത്തെ തന്നെയൊക്കെ എന്ത് ചെയ്യണം ഇല്ല, ന്യൂസിൽ എന്തോ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് തന്നെ പഴയ അപ്ഡേഷൻ തന്നെ. അപ്പോൾ ഇതുപോലത്തെ ഉള്ളതിനൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ പറ. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പെമ്പിള്ളാർക്കാണ് ഇതുപോലെ ജോലി വാഗ്ദാനം കൊടുത്ത് ഇവളുമാരെ പോലുള്ള കടയാടി മക്കൾ തട്ടിക്കൊണ്ട് പോയി ഇതുപോലെ ഓരോ കുഴി കൊണ്ട് ചാടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഇതുപോലത്തെ എല്ലാത്തിനെയും പൂട്ടണം. ഇവിടെ എന്തായാലും പുതിയ സർക്കാർ ഭരണത്തിൽ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കടയാടി മക്കൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം. നമ്മുടെ കോടതിയിലെ നിയമങ്ങളൊക്കെ കുറേ ഒന്ന് ടൈറ്റ് ആക്കണം. ഇതുപോലത്തെ കടയാടികളെ വെറുതെ വിടല്ല. പുതിയൊരു വീഡിയോ ഇടണം.